ജയരാജനോടൊപ്പം കുറേ സിനിമകൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ തുമ്പോളിക്കടപ്പുറം അങ്ങനെ കുറേ സിനിമകൾക്ക് ഞാൻ പിന്നീട് സോപാനം കുറേ സിനിമകളിൽ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് താലോലം എന്ന് പറയുന്ന ഒരു ചെറിയൊരു ബഡ്ജറ്റിലുള്ള ഒരു സിനിമ ദേശാടനത്തിന് ശേഷം അദ്ദേഹം സംവിധാനം ചെയ്തതാണ്. അപ്പോൾ ദേശാടനത്തിൻ്റെ സമയത്ത് അതിൻ്റെ ഒരു ആദ്യ സമയത്ത് അതിൻ്റെ കഥ പറയുകയൊക്കെ ചെയ്തപ്പം ഒരുപാട് നമുക്ക് ആ കഥ കേൾക്കുമ്പം തന്നെ ഭയങ്കര അധികം മനസ്സിൽ വലിയ ഒരു പുതിയ അനുഭവം തോന്നിയിട്ടുള്ള ഒരു കഥയാണ് ദേശാടനത്തിൻ്റെ. അത് വളരെ ഒരു ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറഞ്ഞൊരു വളരെ ഗംഭീരമായ ഒരു തലത്തിലൊരു സിനിമ എന്നുള്ള രീതിയിൽ ഒരുപാട് അംഗീകാരങ്ങൾ ലഭിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള മലയാള സിനിമയുടെ തന്നെ ഒരു ചെറിയ ഫ്രെയിമിനുള്ളിലുള്ള വലിയ അത്ഭുതങ്ങൾ എന്നുള്ള രീതിയിൽ സിനിമയെ ലോകത്തേക്ക് കാണിക്കാൻ കഴിഞ്ഞൊരു സിനിമയാണ് ദേശാടനം. അതിനുശേഷമാണ് താലോലം എന്ന് പറയുന്നൊരു സിനിമയിൽ ഞാനിപ്പോഴും ഓർക്കുന്ന താലോലം എന്ന സിനിമയിലാണ് ഇന്ന് മലയാള സിനിമയിൽ ഒരു വലിയൊരു പ്രൊഡ്യൂസറായിട്ട് പ്രൊഡക്ഷൻ കൺട്രോളറായിട്ടും ഒക്കെ നിൽക്കുന്ന ശ്രീ ആൻഡോ ജോസഫ് ആദ്യമായിട്ട് പ്രൊഡക്ഷൻ രംഗത്തേക്ക് വരുന്നത്. അപ്പോൾ ഒരു കതർ ഷർട്ടും മുണ്ടുമൊക്കെ ധരിച്ചിട്ടുള്ള ഒരു ആൾ, കോട്ടയംകാരൻ എന്നുള്ള രീതിയിൽ ആൻഡോയുടെ ഒരു ആദ്യത്തെ സംരംഭം ആയിരുന്നു താലോലം എന്ന സിനിമ. ആ സിനിമയ്ക്ക് മറ്റു പല പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ഈ ദേശാടനം എന്നുള്ളൊരു സിനിമയ്ക്ക് ശേഷം ഈ എം ജെ രാധാകൃഷ്ണൻ്റെ ഓട് പൊളിച്ചുള്ള ലൈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ തമാശയ്ക്കായിട്ട് കളിയാക്കുന്നൊരു വളരെ നാച്ചുറൽ ലൈറ്റിൽ ഷൂട്ട് ചെയ്യുന്ന സിനിമ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു രീതി തന്നെയായിരുന്നു രാധാകൃഷ്ണൻ്റെ താലോലത്തിലുള്ള. അപ്പം മലയാള സിനിമയിലെ ഒരു അതിശക്തമായ ഫ്രെയിമുകൾ കൊണ്ട് ഭയങ്കരമായ അല്ലെങ്കിൽ വളരെ നാച്ചുറലായിട്ട് കൊണ്ട് വലിയ രീതിയിലുള്ള ആഴങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു ഛായാഗ്രഹനാണ് രാധാകൃഷ്ണൻ. മലയാളത്തിലെ ഒരു വളരെ പ്രഗത്ഭനായ, ഇനിയും കൂടുതൽ വലിയ ശ്രദ്ധ നേടേണ്ടിയിരുന്ന ഒരു ജീവിതമായിരുന്നു എന്നുള്ളത് ഇവിടെ വളരെ ബഹുമാനത്തോടുകൂടി എനിക്ക് രാധാകൃഷ്ണനെ കുറിച്ച് പറയാനായിട്ട് സാധിക്കും. കാരണം ഈ എത്ര സോഴ്സ് ഓഫ് ലൈറ്റിനെ എങ്ങനെയൊക്കെ ഒരു നാച്ചുറലായിട്ട് ഉപയോഗിക്കാമെന്നുള്ളതിന് ഒരു വലിയ ഒരു ഉദാഹരണമാണ് ആയിരുന്നു രാധാകൃഷ്ണൻ. രാധാകൃഷ്ണൻ്റെ ഒരു വളരെ മനോഹരമായൊരു വർക്ക് കൂടിയായിരുന്നു താലോലത്തിലുണ്ടായിരുന്നത്. അതിൽ ആണ് കുറേ നാളുകൾക്ക് ശേഷം സുരേഷ് ഗോപിയുടെ ആയിട്ട് എനിക്ക് വർക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞ്. സുരേഷിൻ്റെ ഒരു ഇന്നലെ എന്ന് പറയുന്ന സിനിമയാണ് ഞാൻ ലാസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ലാസ്റ്റ് സീനിൽ ഭാര്യയെ മറ്റൊരാളുടെ അവർക്ക് നൽകിയിട്ട് ഭാര്യ തന്നെ തിരിച്ചറിയുന്നില്ല എന്ന് പറയുന്ന വലിയൊരു മാനസിക സംഘർഷത്തോടുകൂടി അവളെ ഉപേക്ഷിച്ചിട്ട് തിരിച്ച് നടന്ന് വണ്ടിയിൽ കയറിപ്പോകുന്ന ഇന്നലെയുടെ ഒരു ക്ലൈമാക്സ് രംഗം, അതിൻ്റെ ഒരു മ്യൂസിക്കൊക്കെ നമുക്കൊക്കെ ഇന്നും ഓർത്ത് വയ്ക്കുന്നതാണ്. അപ്പോൾ ആ രംഗം ഷൂട്ട് ചെയ്യുമ്പോൾ പത്മനാഭൻ സാറിനോട് സുരേഷ് ചോദിക്കുന്നു, ചേട്ടാ പപ്പേട്ടാ, ഞാനൊന്ന് നടന്ന് വണ്ടിയിൽ കയറുന്നതിന് മുമ്പ് ഒന്ന് തിരിഞ്ഞ് ഒരു നിമിഷം നമ്മളെ അവസാനമായി ഒന്ന് കണ്ടോട്ടെ, നോക്കിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സാറ് പറഞ്ഞു, വേണ്ട, ഒരു നിമിഷം തിരിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നീ അവിടെ തകർന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് ആ സീൻ കണ്ടു കഴിഞ്ഞാൽ അറിയാം, തിരിഞ്ഞ് നോക്കാതെ ചെന്ന് കാറിൻ്റെ ഡോറ് തുറന്ന് കയറി എന്നേക്കുമായി ഒരു മുറിച്ച് മാറ്റപ്പെടുന്ന പോലെ, ഒരു ഉപേക്ഷിക്കപ്പെടുന്ന പോലെ, അല്ലെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു യാത്ര പറച്ചിലായിരുന്നു അതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഈ താലോലത്തിൻ്റെ സിനിമയിൽ കണ്ടപ്പോഴും അതുപോലെ തന്നെ അതിൻ്റെ സമാനമായ ഒരു രംഗവണ്ടി കുട്ടിയിരുന്ന് വണ്ടിയിൽ കയറി പോന്നു. അപ്പോൾ ഈ സമയത്ത് നമുക്ക് പറയാനുണ്ടായിരുന്നത് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഇന്നലെ തന്നെയായിരുന്നു. ആ സിനിമയുടെ ലാസ്റ്റ് രംഗങ്ങളായിരുന്നു. അപ്പം ഒരുപാട് ഓർമ്മകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഇവരോടൊക്കെയുള്ള ബന്ധം. ഇന്ന് ഒരു കേന്ദ്രമന്ത്രി എന്നുള്ള രീതിയിൽ അദ്ദേഹം നിൽക്കുമ്പോഴും അത്തരത്തിലുള്ള ഓർമ്മകൾ പെട്ടെന്ന് വരികയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഇന്നലെയിലെ മറ്റൊരു കാര്യം പെട്ടെന്ന് ഓർമ്മ വരുന്നത്. മർക്കാറയിലെ ഒരു
മെഡോസിലെ ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു വീട് ആണ് അതിൻ്റെ ഒരു പ്രധാന ലൊക്കേഷൻ. അതിൻ്റെ ഒരു ഷൂട്ട് ആ സമയത്താണ് സുരേഷ് ഗോപിയുടെ ഈ മാരേജ് ഫിക്സ് ചെയ്തിരിക്കുന്നൊരു സമയം കൂടെയാണ്. അപ്പം മാരേജിനുള്ള ദിവസം എടുക്കുന്നു, ഷൂട്ടിങ് കഴിയുന്നില്ല, അതിൻ്റേതായിട്ടുള്ള നല്ല ടെൻഷനുകളൊക്കെ ഉണ്ട്. പത്മനാഭൻ സാറായതുകൊണ്ട് ഇത് തീർക്കാതെ ഒരു ഷെഡ്യൂളാക്കിയിട്ട് പോകാനോ മറ്റു കാര്യങ്ങളോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സംഘർഷങ്ങൾ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്തോ ഒരു ദിവസം പറഞ്ഞ ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിന് പോകാൻ കഴിയാതെ വരുന്നു, വീണ്ടും അവിടെ നിൽക്കേണ്ടി വരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു സാറിനോട് തിരിച്ചൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ ഒരു റെസ്പോണ്ട് ചെയ്തതാണോ അതോ അറിയാതെ സംഭവിച്ചാണോ അറിയത്തില്ല. ഒരു രാത്രിയിൽ പാക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് വണ്ടിയിൽ ആൾക്കാർ കയറി സുരേഷ് ഗോപിയെ കാണാനില്ല. ഭയങ്കര വിശാലമായൊരു മൈതാനമാണ്. ആ പ്രദേശം മുഴുവൻ പെട്ടെന്ന് നമുക്ക് അന്വേഷിക്കാൻ പറ്റും. കാരണം ആ പ്രദേശത്ത് ഒരാൾ നടന്നു പോയാൽ എത്ര ദൂരെയാണേലും നമുക്ക് കാണാൻ പറ്റും. ആൾക്കാർ അന്വേഷിച്ച് ടോർച്ചടിച്ചും ലൈറ്റ് അടിച്ചും എല്ലാം നോക്കി ആ പ്രദേശങ്ങളിലെല്ലാം ഇയാളെ കാണുന്നില്ല, ഇയാൾ മിസ്സിങ് ആണ്. പിന്നീട് വണ്ടിയെടുത്തുള്ള അന്വേഷണമായി. വണ്ടികളെല്ലാം പല ഭാഗത്തേക്കോ എന്ന് വെച്ചാൽ ഒരു വശത്തേക്ക് 2 വശത്തേക്കോ ഉള്ളൂ റോഡ്, വേറെ പല വഴികളില്ല. അന്വേഷിച്ച് പോയി കാണുന്നില്ല. അപ്പോൾ രാത്രി തിരിച്ചെല്ലാവരും റൂമിൽ മടങ്ങിയിട്ടും ഇദ്ദേഹം മിസ്സിങ് ആണ്. അപ്പം എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന ഒരു സമയത്ത് കുറേ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം കയറി വരുന്നു, ഏതോ ലോറിയിലൊക്കെ കയറി വന്ന് പിടിച്ചു വരുന്നു. അങ്ങനെ പെട്ടെന്ന് ആളൊന്ന് മെൻ്റലി അങ്ങ് ലോസാകുന്ന പോലെ പുള്ളിയുടെ ചിന്തകൾ എന്താണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇങ്ങനെ ഇതിന് മുമ്പ് അദ്ദേഹവുമായിട്ട് വർക്ക് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ അല്ലെങ്കിൽ ഒരു ഓർമ്മകൾ. അപ്പോൾ ഈ താലോലം എന്ന സിനിമയിൽ വീണ്ടും കാണുമ്പോഴും ഏറ്റവും കൂടുതൽ സംസാരിച്ചത് ഇന്നലെ എന്ന സിനിമയെക്കുറിച്ചും പത്മനാഭൻ സാറിനെക്കുറിച്ചുമായിരുന്നു. അങ്ങനെ എപ്പോഴും ഓർമ്മകൾക്ക് എത്ര കാലങ്ങൾ കഴിഞ്ഞാലും ഓർമ്മകൾ തന്നെയാണ് പലപ്പോഴും ചരിത്രമായിട്ട് മാറുന്നതെങ്കിൽ പോലും ഓർമ്മകൾ കാലങ്ങൾ കഴിയുന്തോറും അതിന് കൂടുതൽ ഭംഗി ഉണ്ടാകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. താലോലം എന്ന സിനിമയുടെ തിരക്കഥ ടി.ആർ. റസാക്കിൻ്റെയാണ്. അപ്പം തന്നെ അതിൻ്റെ മുരളിച്ചേട്ടൻ അതിനകത്ത് വലിയൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. കുറേ നാളുകൾക്ക് ശേഷം മുരളിച്ചേട്ടനുമായിട്ട് കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സിനിമയുടെയാണ്. ആ സമയത്താണ് ഞങ്ങൾ ഒരുമിച്ച് സോമേട്ടൻ മരിച്ചിട്ട്, എം ജി സോമൻ മരിച്ചിട്ട് പാലക്കാട് നിന്ന് ഞാനും മുരളിച്ചേട്ടനും കൂടെ ഒരുമിച്ചാണ് യാത്ര ആകുന്നത് തിരുവല്ലയ്ക്ക്. ആ സമയത്ത് മുരളിച്ചേട്ടൻ ചോദിച്ചത് മുരളിച്ചേട്ടൻ ഒരു വലിയൊരു പ്രൊഫഷണൽ ഒരു ആർട്ടിസ്റ്റ് അല്ലാതിരുന്നൊരു സമയത്ത് വലിയ ശക്തമായ ഒരു വലിയ ബന്ധം ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ഡ്രൈവിംഗ് പഠിപ്പിക്കാനും ഒക്കെ ഞങ്ങളൊരു മുറിയിലിരുന്ന് നൊമ്പരത്തി പൂവിലൊക്കെ ഒരു മുറിയിലൊക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നീ എന്താ പിന്നീട് എന്നെ ഒരു തരത്തിലും അല്ലെങ്കിൽ ഞാനുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാത്ത? അപ്പം എനിക്കന്നേരം പെട്ടെന്ന് പറയാൻ തോന്നിയ, ചേട്ടൻ ഒത്തിരി ഒരു വലിയൊരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റായിട്ട് മാറുകയും എൻ്റെ ബന്ധങ്ങൾ വളരെ പഴയതും ചെറുതുമാണ് എന്നെനിക്ക് തോന്നി. അപ്പം ഞാനതൊരു ബുദ്ധിമുട്ടാകും അല്ലെങ്കിൽ അങ്ങനെ തോന്നിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ എന്നെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പഴയ ഓർമ്മയിൽ നിൽക്കുന്നതല്ലേ എനിക്ക് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ആ സമയത്ത് എൻ്റെ അടുത്ത് കുറേ പുസ്തകങ്ങളുടെയൊക്കെ റെഫറൻസ് പറഞ്ഞു. രഞ്ജിത്ത് ദേശായിയുടെ ഒരു പുസ്തകം, അത് നമുക്ക് സിനിമയാക്കുന്നതിനെക്കുറിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തു. അന്ന് ഞാനൊരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആയതുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ കേൾക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പം താലോലം എന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് റസാക്കിൻ്റെ ആയിരുന്നു. പിന്നീട് റസാക്കുമായിട്ട് അതിന് മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും കൂടുതലായി അടുത്തിടപഴകുന്നത് താലോലം എന്ന സിനിമയിലൂടെയാണ്. വൈകാരികതയെ വളരെയധികം എനിക്ക് തോന്നുന്നു ജീവിതത്തിലോട്ടൂടൊക്കെ സ്വന്തം ജീവിതത്തിലും ഈ ഇമോഷനെയൊക്കെ കൊണ്ടുവന്ന് കയറ്റുന്ന ഒരു സ്വഭാവം റസാക്കിന് ഉണ്ടായിരുന്നു തോന്നാറുണ്ട്. കാരണം പലപ്പോഴും റസാക്കിൻ്റെ കഥ പറയുന്നത് കേൾക്കാനാണ് എനിക്ക് തോന്നുന്നു സ്ക്രിപ്റ്റ് വായിക്കുന്നതിനെക്കാട്ടും രസകരമായിട്ട് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ ഒരു പ്രസൻറ്റേഷൻ്റെ ഒരു സാധ്യത എത്രത്തോളം നന്നാക്കാമോ അത്രയധികം നന്നായിട്ട് കഥ പറയാനുള്ളൊരു കഴിവുള്ള ഒരാളായിരുന്നു റസാക്ക്. പിന്നീട് അദ്ദേഹത്തിനോടൊപ്പം സാഫല്യം എന്നുള്ളൊരു സിനിമയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ തിരക്കഥ എഴുത്തിൻ്റെ സമയത്ത്
അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് നാൾ സഹായിയായിട്ട് എനിക്ക് കൂടാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എൻ്റെ എന്നിലെ എനിക്ക് അന്നേരം എഴുതാനറിയാത്ത ഒരു തിരക്കഥ എഴുതാത്ത ഒരാളാണെങ്കിൽ പോലും ഒരു എഴുത്തിനെ ഇങ്ങനെ കൂടുതൽ എഴുത്തിലേക്ക് നമ്മളെ കൂടുതൽ അടുത്തറിയുന്നതിന് വേണ്ടി ഒരു തിരക്കഥയുടെ ഒരു രൂപങ്ങൾ എങ്ങനെയാണ് മാറ്റപ്പെടുന്നത്. സാഫല്യത്തിൽ ഞാൻ റസാക്കിനോട് ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പൂർണ്ണമായ ഒരു ചെറുകഥ എഴുതുന്നത് ആ സമയത്താണ്. അത് പക്ഷേ പിന്നീട് ഞാൻ ആ കഥ ഞാൻ എഴുതി റസാക്കിനെ വായിച്ച് കേൾപ്പിച്ചു. അന്ന് ആ സമയത്ത് റസാക്ക് പറഞ്ഞു ഞാനിത് പ്രസിദ്ധീകരിക്കാവിടാ എന്നൊക്കെ പറയുന്ന ഒരു കേട്ടോ. എനിക്കും വളരെ നന്നായിരുന്നു എന്ന് തോന്നിയ ഒരു കഥയാണ്. പക്ഷേ എങ്ങനെയോ ആ കഥ നഷ്ടപ്പെട്ടു. കാരണം റസാക്കിൻ്റെ ഒരു രീതിയിൽ റസാക്കിൻ്റെ എഴുത്തിൽ രാത്രി വൈകിട്ടുള്ളൊരു അല്പം മദ്യപാനങ്ങളും കാര്യത്തിനടുത്ത് പുള്ളി ഒരു ചെറിയൊരു ടേപ്പ് റെക്കോർഡറുണ്ട്. ആ ടേപ്പ് റെക്കോർഡറിൽ ഒരു അമർത്തുമ്പം ഒരു പാട്ട് വരും. ഇവിടെ തേര് നിർത്താതെ ഈ വഴി ഒന്നിറങ്ങാതെ എനിക്കൊരു പൂ തരാതെ പോയി പോയി പൂക്കാലം. അപ്പം വളരെ മനോഹരമായ പാട്ടാണ്. ആ പാട്ട് വീണ്ടും ആ ലൈൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ തേര് നിർത്താതെ ഈ വഴി ഒന്നിറങ്ങാതെ, ഈ വരി മാത്രം ഒരു കാസറ്റ് മൊത്തം റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുക. എന്ത് ഭ്രാന്താന്ന് നോക്കിയേ. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു ഉന്മാദത്തിൽ അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു മയക്കത്തിലേക്ക് മയങ്ങുന്നത് ഈ വരികൾ കേട്ടിട്ടാണ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഡ്രാമ അത്ര വലുതാണ്. ഇതെന്നെ ഭയങ്കരമായി അസ്വസ്ഥപ്പെടുത്തുകയുണ്ടായി. അങ്ങനെയാണ് അത് ബേസ് ചെയ്തിട്ടാണ്, അതായത് ഈ പാട്ട് ഇങ്ങനെ റസാക്കിനെ പോലെ എനിക്കൊന്ന് ഗിൽബീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മദ്യത്തിൻ്റെ പേരൊക്കെ ഓർക്കുന്നത് ഞാൻ അങ്ങനെയാണ്. അപ്പം ഗിൽബീസ് അങ്ങനെ തോന്നും. അപ്പം അങ്ങനെ അതിനെ ഈ ഇദ്ദേഹത്തിൽ നിന്ന് ഈ അനുഭവങ്ങളെയൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു രീതിയിൽ പറ്റുന്ന ഒരു ചെറുകഥയാണ് ഞാൻ അന്ന് എഴുതിയത്. അത് ഈ പാട്ട് ഒന്ന് നിർത്താൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് പോകുന്നു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കേൾക്കുമ്പോഴും ഓർക്കുമ്പോഴൊക്കെ ഇതൊക്കെ ഒരു നാടകമായിരുന്നോ എന്ന് തോന്നുന്ന ഒരു ജീവിതമുണ്ടല്ലോ. പലരുടെയും ജീവിതം നാടകം എന്ന് പറയുമ്പം നാടകീയം എന്ന് വേണമെങ്കിൽ പറയാം. നാടകീയമായ അനുഭവങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടുള്ള ഒരുപാട് കലാകാരന്മാരോടൊപ്പം, പ്രത്യേകിച്ച് റസാക്ക്, എനിക്ക് ഇന്നും അത്ഭുതമാണ് ഈ പാട്ട് കേൾക്കുമ്പോഴൊക്കെ എൻ്റെ പ്രിയ സുഹൃത്തിനെ, എൻ്റെ ഓർമ്മകൾ, ആ ദിവസത്തിൻ്റെ ഓർമ്മകൾ. ആ സാഫല്യം എന്നുള്ള സിനിമ, ആ സിനിമയിൽ ഞങ്ങളോടൊപ്പം ആ മുറിയിൽ ഞങ്ങൾ 3 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഇന്ന് ഏറ്റവും വളരെ പ്രശസ്തനായ സലീം അഹമ്മദ്. അപ്പം സലീം അഹമ്മദായിരുന്നു റസാക്കിൻ്റെ സ്ക്രിപ്റ്റുകൾ ഒരു കേട്ടെഴുത്തുകാരനായിട്ടും ഒരു സ്ക്രിപ്റ്റ് അസിസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ സലീമിനെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നതും അവിടെ വെച്ചാണ്. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. താലോലത്തിന് ശേഷം കുറേ അധികം സിനിമകൾക്ക് ശേഷമാണ് ജയരാജനോടൊപ്പം ഫോർ ദി പീപ്പിൾ എന്ന സിനിമയിൽ എത്തുന്നത്. ഫോർ ദി പീപ്പിൾ താരതമ്യേന വളരെ ചെറിയ ഒരു സിനിമ എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ഒരു തുടക്കം. കുറേ അധികം പുതിയ കുട്ടികളെ, ചെറുപ്പക്കാരായ കുട്ടികളെ വെച്ചിട്ട് ചെയ്യുന്നൊരു സിനിമ. അപ്പോൾ എന്നും ഒരു പരീക്ഷണം എന്ന് പറയുന്നത് ജയരാജനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയൊരു കാര്യമൊന്നുമില്ല. അതിലെ ഭരത് എന്ന് പറഞ്ഞ ആ സമയത്ത് തമിഴിലെ ഒരു ഹിറ്റായ സിനിമയുടെ ഒരു നടൻ എന്നുള്ള രീതിയിൽ ഭരത് മാത്രമാണ് അതിൻ്റെ അകത്ത് ഒരു ഗ്ലാമർ ക്യാരക്ടറായിട്ട് പറയാനായിട്ടുള്ളത്. ആ സമയത്ത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഈ ഞങ്ങൾ താമസിക്കുന്ന പേട്ടയിലെ ഒരു ഹോട്ടൽ റൂമിൻ്റെ ഒരു ചെറിയൊരു മൂലയ്ക്ക് ഒരു കാവ്യ മുണ്ടുമൊക്കെ കൊടുത്ത് ഒരു കറുത്തിട്ടുള്ള ഒരു മനുഷ്യൻ. അപ്പം ജയൻ എന്നെ പരിചയപ്പെടുത്തുക, ഇതാണ് ജാസി ഗിഫ്റ്റ്. അപ്പം എനിക്ക് പേര് കൊണ്ട്
അത്ര പെട്ടെന്ന് മനസ്സിലായില്ല. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ആ പേര് മനസ്സിലാക്കി. അപ്പോഴാണ് ട്രിവാൻഡ്രത്ത് ഇങ്ങനെ ഹോട്ടലിലൊക്കെ ഇങ്ങനെ പ്രോഗ്രാമൊക്കെ ചെയ്യുന്ന ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. അപ്പം അന്ന് ലജ്ജാവതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. തിരുമേനി കൈതപ്പുറം നമ്മുടെ ഒരു വരികളിലൊക്കെയാണ് ആ പാട്ടുകൾ. പിന്നീട് വളരെ അധികം ആ സിനിമയ്ക്ക് മുകളിലും ജാസിയും ആ പാട്ടുമൊക്കെ വളരെയധികം വലിയ രീതിയിൽ വളർന്ന ഒരു അനുഭവമുണ്ട്. അപ്പം സാബു ചെറിയാനാണ് എൻ്റെ നിർമ്മാതാവ്. അപ്പം വളരെ ചെറിയ ബഡ്ജറ്റിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് റിസ്ക് ഉള്ളൊരു സിനിമ കൂടെയാണ്. കാരണം പുതുമുഖങ്ങളെ വെച്ചിട്ട് ഇങ്ങനൊരു സിനിമ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ വളരെ ചിലവ് ചുരുക്കിയാണ് ആ സിനിമയുടെ ഒരു പ്രൊഡക്ഷനും നടന്നിരുന്നത്. അപ്പം പലപ്പോഴും ഓരോ ദിവസവും ഓരോ പ്രയാസങ്ങളിൽ കൂടെ കടന്നു, വളരെയധികം സമ്മർദ്ദങ്ങളും ടെൻഷനും ഒക്കെ വരുന്നു. അപ്പം ഒരു ദിവസം എൻ്റെ അടുത്ത് ജയരാജ് ചോദിച്ചു, ഈ ഇത്ര പ്രശ്നം ഉണ്ടായിട്ടും നിൻ്റെ മുഖത്ത് നോക്കി വളരെ നിർവികാരതയാണല്ലോ, ഈ ക്രൈസ്റ്റിൻ്റെ കൂട്ടാണല്ലോ, ആണിയിൽ തൂങ്ങുമ്പോഴും ഒരു എക്സ്പ്രഷനും മുഖത്തില്ല. അപ്പം ഞാൻ ശരിക്കും ഈ സംഭവിക്കാൻ പോകുന്ന അടുത്ത സീൻ എങ്ങനെ എടുക്കാൻ പറ്റും, അതിനുള്ള സെറ്റപ്പുകൾ എങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ സംഘർഷത്തിൽ കൂടെ കഴിയുന്ന ഒരാളായിരിക്കും ഞാൻ. പക്ഷേ എനിക്ക് എൻ്റെ മുഖത്തോ അല്ലെങ്കിൽ ഞാൻ പുറമേയോ ഒന്നും അങ്ങനെ ഒരു ഭയങ്കരമായിട്ടൊരു അതിൻ്റെ ഒരു ടെൻഷൻ കാണിക്കുന്ന ഒരാളായിരുന്നില്ല ആ സമയത്ത്. കാരണം നമ്മളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, കാരണം അതിനെ നടന്നു പോകേണ്ടതായിട്ടുള്ളൊരു ഇത്. പക്ഷേ ആ സിനിമയുടെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏറ്റവും പോസിറ്റീവും പ്ലസ് പോയിൻ്റായിട്ട് തോന്നിയത് അതിൻ്റെ ക്യാമറാമാനാണ്. ശരിക്കും ആ സിനിമയിൽ അതുവരെ ആ പാട്ട് ഹിറ്റാകുന്നിടം വരെ ആ സിനിമയുടെ ഹീറോ എന്ന് പറയുന്നത് R.D. രാജശേഖർ എന്ന തമിഴിൽ നിന്ന് വന്ന ക്യാമറാമാൻ. കാക്ക എന്നുള്ള ഗൗതമേനോൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള സിനിമയുടെ ക്യാമറാമാനായിരുന്നു അദ്ദേഹം. ഒരാളെ കെട്ടിയിട്ടിട്ടുള്ള ഒരു ആക്ഷൻ സീക്വൻസിൻ്റെ ഇതാണ്. അപ്പോൾ അതിന് പറ്റുന്നൊരു വലിയൊരു ലൊക്കേഷനില്ല, ഇടങ്ങളില്ല, വലിയ സെറ്റപ്പുകളില്ല എന്നുള്ളൊരു രീതിയിൽ നമ്മളതിനെക്കുറിച്ച് ഇങ്ങനെ എങ്ങനെയാണത് വർക്കൗട്ടാകുന്നതെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ജയനുമൊക്കെയായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് രാജശേഖർ പറഞ്ഞത്, സാർ അതിനെക്കൂടൊന്നും കവലപ്പെടണ്ട എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു പ്രത്യേക തരത്തിൽ ഇതിനെ ലൈറ്റപ്പ് ചെയ്തിട്ട് ബാക്കിയൊക്കെ ഡാർക്കായിട്ടൊക്കെ വിട്ടിട്ട് ലൈറ്റ് വെച്ചിട്ടൊരു ഒരു ആംബിയൻസ് ഫീൽ ഉണ്ടാക്കി. എന്നിട്ട് അതിൻ്റെ ഒരു കൊറിയോഗ്രാഫിയെക്കുറിച്ചൊക്കെ അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒരു ഡയറക്ടർ ആകാനോ അല്ലെങ്കിൽ അതിന് മുകളിലാകാനായിട്ടൊക്കെ പറ്റുന്ന തരത്തിലുള്ള ഒരു ബ്രില്യൻസ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു എന്നുള്ളത് ആണ് വലിയൊരു. അപ്പോൾ ആ സിനിമയിലാണ് നരൻ, ഒരു ക്യാമറാമാനായിരുന്ന നരൻ എൻ്റെ തുടക്കവും ആ സിനിമയിലാണ്. വളരെ സ്റ്റൈലിഷ്ഡായിട്ടുള്ളൊരു അഭിനയിക്കുന്ന ഒരു രീതി ഒക്കെയുള്ള. പക്ഷേങ്കിൽ ഇതൊന്നുമായിരുന്നില്ല ആ സിനിമയുടെ തലവിധി എന്ന് വേണമെങ്കിൽ പറയാവുന്ന. ലജ്ജാവതി എന്ന് പറയുന്ന ഒരു പാട്ട്, ആ പാട്ടിൻ്റെ ശബ്ദം, അതിൻ്റെ ഒരു മ്യൂസിക് എന്ന് പറയുന്നത് ഒരു വളരെ അധികം ഒരു കാലഘട്ടം മുഴുവൻ ആൾക്കാർ പാടിക്കൊണ്ട് നടക്കുന്ന തരത്തിലേക്ക് ആ സിനിമ, ആ പാട്ടോടുകൂടി തന്നെ ആ സിനിമ വളരെയധികം പോപ്പുലറാകുകയും ഹിറ്റാകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ അതായത് ജയൻ്റെ കൂടെ ഉള്ള ഒരു 5ാമത്തെ സിനിമയാണ് ഞാൻ വർക്ക് ചെയ്തത്. അപ്പം പല സിനിമകളും അതിനുള്ളിൽ ഞാൻ ഏതാണ്ടൊരു 10-40 വയസ്സായപ്പോഴത്തേക്കും ഈ 23 തുടങ്ങിയ ആൾ 10-18 വർഷക്കാലമായിട്ടിങ്ങനെ ഈ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എൻ്റെ അടുത്ത് ജയന് പറഞ്ഞു, നീ ഇനി ഒരു പടത്തിലെങ്കിൽ കൂടെ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വരികയാണെങ്കിൽ അന്ന് നിൻ്റെ കാല് ഞാൻ തല്ലി ഓടിക്കുമെന്ന് പറഞ്ഞു. കാരണം അതൊരു സ്നേഹം കൊണ്ട് പറഞ്ഞ ഒരു വാക്കാണ്. അങ്ങനെ തന്നെ ഈ 18 വർഷത്തെ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടർ എന്നുള്ള ഒരു ജീവിതം അല്ലെങ്കിൽ ഒരു വലിയ ഒരു യാത്ര ഈ ഫോർ ദി പീപ്പിൾ എന്ന സിനിമ വരെയാണ് ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് നീണ്ടുള്ളൂ. ജയന് കാല് തല്ലി ഓടിക്കേണ്ടി വന്നില്ല. അതിനുശേഷം ഞാൻ കാഴ്ചയുടെ കഥയിലേക്കും അതിൻ്റെ ഒരു പ്രൊഡക്ഷനിലേക്കും മാറുകയായിരുന്നു. മലയാള സിനിമയിൽ സംവിധായകരുടെ നിരയിൽ, പ്രത്യേകിച്ച് കൊമേഴ്സ്യൽ സിനിമയുടെ നിരയിൽ ഏറ്റവും അധികം ശ്രദ്ധേയനായിട്ടുള്ള ഒരാളായിരുന്നല്ലോ I.V. ശശി എന്ന് പറയുന്ന ശശിയേട്ടൻ.
ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, രംഗം എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് വേണ്ടി ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടർ ആകാൻ വേണ്ടി ഞാൻ കാലിക്കട്ട് അദ്ദേഹത്തിനെ പോയി കണ്ട കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെ IV ശശി എന്ന് പറയുന്ന ഒരു വലിയൊരു ഫിലിം മേക്കറിൻ്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ടുള്ളൊരു അവസരമാണ് വർണ്ണപ്പകിട്ട് എന്ന സിനിമയിൽ ഇവിടെ എനിക്ക് ലഭിക്കുകയുണ്ടായി. ലാലേട്ടനും മീനയും ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു സിനിമ. അത് സിംഗപ്പൂരാണ് അതിൻ്റെ ഒരു ഷെഡ്യൂൾ. അപ്പം ഈ വിദേശ രാജ്യങ്ങളിൽ ഷൂട്ട് ചെയ്യുന്ന സിനിമകളുടെയൊക്കെ ഒരു വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡായിട്ടുള്ള ഒരു ക്രൂ ആയിരിക്കും. പക്ഷേ എൻ്റെ ആടുജീവിതത്തിൽ അങ്ങനെ ഒരു ലിമിറ്റഡ് അല്ലായിരുന്നു ക്രൂ എന്നുള്ളത് ഒരു സത്യമാണ്. പ്രത്യേകിച്ച് ഈ എണ്ണങ്ങൾ കുറയ്ക്കുമ്പോൾ ഈ അസിസ്റ്റൻ്റ് ഡയറക്ടർമാരെയാണ് കുറയ്ക്കുന്നത്. കാരണം ഒരാൾക്ക് ഒരുപാട് പരിപാടികൾ ചെയ്യാൻ പറ്റും. അതല്ല, വിദേശത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കുന്നത് വെച്ചാൽ പ്രൊഡക്ഷനൊന്നും അധികം ആൾക്കാരുണ്ടാവില്ല. പേരിന് വേണ്ടി ഒരാൾ ഉണ്ടാവും, 2 പേരുണ്ടാവും. അപ്പം പലപ്പോഴും ഭക്ഷണം കഴിക്കുന്നതിന്, ഭക്ഷണം വിളമ്പുന്നതിന് ഒക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്ന തരത്തിലായിരുന്നു. അപ്പം ശശിയേട്ടനോടൊപ്പം വർക്ക് ചെയ്യുമ്പം അപ്പോഴത്തേക്ക് ഞാനും വളരെ ഒരു സീനിയർ അസോസിയേറ്റ് ഡയറക്ടർ എന്നുള്ള ലെവലിലെത്തിയത് കൊണ്ട് തന്നെ പക്ഷെങ്കിൽ ഇത്രയധികം ഈ ഡൈനാമിക്കായിട്ട് ഇത്രയധികം എല്ലാ രംഗത്തിലേക്കും ചെന്ന് ഇടപെടുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ സ്പ്രിങ്ങിൽ നിൽക്കുന്നതിൻ്റെ തൊട്ടായി ശശിയേട്ടൻ്റെ ഒരു സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇങ്ങനെ, അതായത് ഷൂട്ടിങ്ങിന് വളരെ മുമ്പ് തന്നെ നമ്മുടെ അടുത്ത റൂമിൽ വരും, റൂമിൽ വന്ന് സംസാരിക്കും. അദ്ദേഹം അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെല്ലാനായിട്ടൊന്നും വെയിറ്റ് ചെയ്യത്തില്ല. പുള്ളി നമ്മുടെ റൂമിൽ വരും, സംസാരിക്കും. ഈ കോസ്റ്റ്യൂം വിളിച്ചുകൊണ്ട് പോയി കോസ്റ്റ്യൂമറുടെ റൂമിൽ പോകും. അതിൻ്റെ അകത്ത് കോസ്റ്റ്യൂംസ് എല്ലാം ഇത് നോക്കിയിട്ട് ഇന്ന സീക്വൻസ് ഇന്ന സംഭവങ്ങൾ ഇടണമെന്നൊക്കെ. അപ്പം ഞാൻ വളരെ അതിശയത്തോടുകൂടി നമ്മൾ ഈ ഇത്രയോ ഉത്സവം മുതൽ എത്രയോ സിനിമകൾ, അവളുടെ രാവുകൾ, അങ്ങനെ എത്രയോ സിനിമകൾ കണ്ടപ്പോൾ ഈ ജേർണിയിലൊക്കെ ഈ മനുഷ്യൻ ഇങ്ങനെ ഓരോന്നും പിക്ക് ചെയ്തിട്ടാണല്ലോ ഈ സിനിമകൾ ഉണ്ടാക്കിയത് എന്ന് തോന്നുമ്പോൾ വലിയൊരു ഒരു ആരാധനയാണ് ഉണ്ടാകുന്നത്. കാരണം അല്ലാതെ ഒരാളൊരു തിരക്കാകുമ്പോൾ അല്ലെങ്കിൽ ബിസിയാകുമ്പോൾ അത് അസിസ്റ്റൻസ് ചെയ്തോളൂ അല്ലെങ്കിൽ വേറെ അങ്ങനെ ചെയ്തു പോകും, കോസ്റ്റ്യൂമർ ചെയ്തോളൂ എന്നുള്ളതല്ല. ആ സീനിൽ ഏത് ഡ്രസ്സ് ഇടണം എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹത്തിന് ധാരണയുണ്ട്. എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു പെയിൻറ്ററും കൂടെ ആയതുകൊണ്ട് ആ രീതിയിൽ. അപ്പം ശശിയേട്ടൻ ഇങ്ങനെ എന്താ പറയുക, ഭയങ്കര സ്പീഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഒരു ആക്ഷൻ സീക്വൻസ്, അതിൻ്റെ തിരക്കഥ ബാബു ജനാർദ്ദൻ്റെയാണ്. അപ്പം ബാബു ലൊക്കേഷനിലില്ല, സിംഗപ്പൂരിൽ വന്നിട്ടില്ല. അപ്പോൾ ഒരു സീൻ ഷൂട്ട് ചെയ്യുന്നതിന് ആയിട്ട് എല്ലാ സെറ്റും റെഡിയായിട്ട് നിൽക്കുന്ന സമയത്താണ് ലാലേട്ടൻ വരുന്നു. ആ സീൻ വായിച്ചു കഴിഞ്ഞപ്പം അതിൻ്റെ പിന്നിൽ ഉണ്ടായ ചില പ്രശ്നങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ അത് കഥയുടെ ഒരു രീതി എങ്ങനെ മാറ്റുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു സീരിയസ് ഡിസ്കഷൻ വന്നു. അപ്പം ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പുറത്തുള്ള അതിൽ നിന്നാണ് ഒരു ആക്ഷനിലേക്കൊക്കെ സീക്വൻസ് മാറുകയൊക്കെ ചെയ്യേണ്ടത്. പെട്ടെന്ന് ഷൂട്ടിംഗ് ഒന്ന് ഡിലേ ആകുന്നു. അപ്പം എന്നെയും വിളിച്ചു, ഞങ്ങൾ 3 പേരും കൂടെ സീനെ സംസാരിച്ചപ്പോൾ ഞാൻ കുറച്ച് ഐഡിയകളും സജഷൻസൊക്കെ പറഞ്ഞപ്പോൾ അത് ലാലേട്ടനും ശശിയേട്ടനും അത് താല്പര്യമായിട്ട് തോന്നി. അപ്പം എൻ്റെ അടുത്ത് ശശിയേട്ടൻ പറഞ്ഞു, നീ ആ സീൻ എഴുത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതുവരെ ഒരു സീൻ അങ്ങനെ എഴുതിയിട്ടില്ല. അത് പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു സിനിമയുടെ ഒരു സീൻ എഴുതുക എന്ന് പറയുന്നത്. അപ്പം പക്ഷേ ലാലേട്ടൻ പറഞ്ഞു, അവരുടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കണ്ടൻറ്റ് വെച്ചിട്ട് ചെയ്യുക എന്നുള്ളതായതുകൊണ്ട് തന്നെ ഞാൻ ആ സീൻ എഴുതി തുടങ്ങി. ഞാൻ ഓർക്കുമ്പം എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു സീൻ എഴുതുന്ന അല്ലെങ്കിൽ അതിനുള്ളൊരു അവസരം കിട്ടുന്ന ഈ വർണ്ണപ്പകിട്ടെന്ന് പറയുന്ന ശശിയേട്ടൻ്റെ ഈ സിനിമയ്ക്ക് വേണ്ടിയാണ്. അതുവരെ എനിക്കൊരു സിനിമയിൽ ഞാൻ അങ്ങനെ ഒരു രീതിയിലേക്ക് എഴുതാൻ പറ്റുമെന്നുള്ള രീതിയിലേക്കൊന്നും വന്നിട്ടില്ലായിരുന്നു. ഒരു സാഹചര്യം അതിന് അനുവദിച്ചു എന്നുള്ളതാണ് ആ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ ഏറ്റവും വലിയ ഓർമ്മ. പിന്നീട് ആ സിനിമയ്ക്ക് എനിക്ക് പൂർണ്ണമായും വർക്ക് ചെയ്യാൻ സാധിച്ചില്ല. കാരണം അതിൻ്റെ നാട്ടിലെ ഷെഡ്യൂളിലേക്കും കുറേയധികം സീക്വൻസുകൾ ഊട്ടിയിലും മറ്റും ചീറ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നാട്ടിലേക്കുള്ള ഷെഡ്യൂളൊക്കെ എത്തിയപ്പോഴത്തേക്ക് എനിക്കൊരു ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായി. എൻ്റെ കൈ ഒടിഞ്ഞ് ഞാൻ ട്രാക്ഷനിലൊക്കെ കിടക്കേണ്ടി വന്നു. അത് കാരണം എനിക്ക് ബാക്ക് തുടർന്ന് ഷൂട്ടിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ട്.
അപ്പോൾ അപ്പുറത്ത് മാറി കുറച്ച് കുട്ടികൾ സ്കൂളിൽ പോകാനായിട്ട് വഞ്ചി നോക്കി നിൽക്കുന്ന പോലെ നിൽക്കുന്നുണ്ട് അതിൻ്റെ കരയ്ക്ക്. അപ്പം ജോസഫിൻ്റെ അടുത്ത് ചോദിച്ചു, ബ്ലസ്സി അവരുടെ അടുത്ത് ഒന്ന് ഈ സീനിൽ നിന്ന് ഈ വഞ്ചിയെ കയറി കടത്ത് കയറി പോകുന്നതായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് അവരുടെ അടുത്ത് പിള്ളേരുടെ അടുത്തൊന്ന് കുറച്ച് സമയം ഒന്ന് നിൽക്കാൻ പറ്റുമോ എന്നൊന്ന് ചോദിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തിനോടുള്ളൊരു സൗഹൃദം കൊണ്ട് ഞാൻ ചോദിച്ചു, താൻ എന്തോ മനുഷ്യനോടും, ഞാൻ ഇന്നലെ അവരുടെ സ്കൂളിൽ പോയി പിള്ളേരുടെ പെർമിഷൻ വാങ്ങിച്ച് ഇവരെ ബുക്കും യൂണിഫോമും ഇട്ടുകൊണ്ട് നിർത്തിയിരിക്കുന്ന അയാൾ ഡയറക്ടർ എൻ്റെ മുന്നിൽ കൈ തൊഴുത് സമ്മതിച്ചു എന്ന് പറഞ്ഞു.